ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന എഡിബിൾ ആയിട്ടുള്ള ഗ്ലിറ്റർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. കുറഞ്ഞ ചിലവിലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് വീട്ടിൽ തന്നെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഗ്ലിറ്റർ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നോർമലായിട്ടുള്ള നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് എടുക്കുന്നത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ജലാറ്റിന് 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഈ ഒരു ചെറിയ ബൗള് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തരികളൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവണം. ആ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതേപോലെ തരികളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂടുവെള്ളം ഇരിക്കുന്ന ബൗള് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 4-5 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ആ ഒരു ജലാറ്റിൻ്റെ സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ജലാറ്റിൻ മിക്സ് നമുക്ക് 2 ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ 2 കളറ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 ഫുഡ് ജെൽ കളേഴ്സാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് കോൾ ബ്ലാക്കും ഒന്ന് സൂപ്പർ റെഡ് കളറുമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കളേഴ്സ് ഒന്ന് ജലാറ്റിനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ 2 കളറും മിക്സ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മളിവിടെ 3-4 OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമ്മൾ എടുത്തിട്ടുണ്ട്. സാധാ കവറെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിപ്സൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കവറാണ്. അതിൽ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി ഈ ഓരോ OHP ഷീറ്റിലേക്കും നമ്മുടെ ഈ ഒരു ജലാറ്റിൻ മിക്സ് നമുക്ക് ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഒരു OHP ഷീറ്റിൽ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ നമ്മൾ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ആ സാധാ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്തെടുക്കുക. അതേപോലെ റെഡ് കളർ നമ്മൾ OHP ഷീറ്റിൽ സ്പ്രെഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഉണങ്ങി കിട്ടണം. ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ ഞാനിത് 12 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ OHP ഷീറ്റിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ചെയ്തത് നല്ല വെയിൽ വന്ന സമയത്ത് അത് വെയിലത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ 1 മിനിറ്റ് പോലും എടുത്തില്ല, നല്ലപോലെ ഡ്രൈ ആയിട്ട് നമുക്കതിൽ നിന്ന് വിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു OHP ഷീറ്റിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളിത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു OHP ഷീറ്റിൽ നിന്ന് ഇത് വിട്ട് കിട്ടും. ഇത്ര സമയമൊന്നും എടുക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് ഈ ഒരു OHP ഷീറ്റിലിരിക്കണ കണ്ടാൽ തന്നെ നമുക്കറിയാതെ നല്ല ഡ്രൈ ആയിട്ട് വിട്ട് അതിൽ നിന്ന് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഓരോന്നും ആ ഒരു OHP ഷീറ്റിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ലപോലെ അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ല തരി പോലെ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കിത് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കുറച്ചധികം നേരം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. എന്നാലേ ആ നല്ല തരികളായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് നല്ലപോലെ അരിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല തരി പോലെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വായിൽ ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് നല്ലപോലെ അരിച്ചെടുക്കണം എന്ന് പറയണത്. ഇത് ചായ അരിക്കണ ആ ഒരു അരിപ്പയിലൂടെയാണ് നമ്മൾ ഇവിടെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ബ്ലാക്ക് കളർ ഗ്ലിറ്റർ അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഈ അരിച്ചെടുത്തത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ഗ്ലിറ്ററിൻ്റെ ഷൈനിങ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഗ്ലിറ്റർ പോലെ തന്നെയാണിത്. ഇത്രയും ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ റെഡ് കളർ ഗ്ലിറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഈ ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അരിച്ചു കഴിയുമ്പോൾ ഇതേപോലത്തെ കുറച്ചുകൂടി വലിയ തരികൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതും നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലിറ്റർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പോൾ വാനില എസൻസ് ഒക്കെ വരുന്ന ചെറിയ കുപ്പിയിലായാലും സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.